ഇനി മൗലവി പറഞ്ഞല്ലോ, അവർ പറഞ്ഞ പുരോഹിതന്മാരാണ്. ഇനി ആ പുരോഹിതന്മാരെ കാണിക്കാൻ പോവാണ്. ആരൊക്കെയാ പുരോഹിതൻ? ഒന്നാമത്തെ പുരോഹിതൻ ഞാനുമായി ഇടമുട്ടത്ത് വെച്ചും കാണാൻ പോവാണ് പുരോഹിതന്മാരെ. അതുപോലെ മഞ്ചേശ്വരത്ത് വെച്ചും വാദപ്രതിവാദം നടത്തിയ ഈ നാദാപുരത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട മർഹൂം കീഴ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകളുടെ ആണ്ട് കഴിച്ചതിന് എതിരായി ആണ്ടനുസ്മരണവും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളും എന്ന് പറഞ്ഞ് കീഴ ഉസ്താദിന്റെ ആണ്ട് കഴിച്ചതിന് എതിരായി ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി, ആ മൗലവിയാണ് ഒന്നാമത്തെ പുരോഹിതൻ. അദ്ദേഹം തൊപ്പിയും ധരിച്ചിട്ട് നിൽക്കുന്നു. തൊപ്പി ധരിക്കൽ പൗരോഹിത്യമല്ലേ? തലപ്പാവ് പൗരോഹിത്യമല്ലേ? നിങ്ങളെ ഇസ്ലാഹി മാസിക അല്ല ഇസ്ലാഹി മാസിക പറഞ്ഞതല്ലേ? ഇപ്പോഴെങ്ങനെ ആ പുരോഹിതൻ നിൽക്കുന്നത്? പക്ഷേ ഇത് അറേബ്യയിലാണ് കേട്ടോ, ഇത് അറേബ്യയിലാണ്. സഹോദരന്മാര് മനസ്സിലാക്കണം. ഒന്നാമത്തെ പുരോഹിതൻ സക്കരിയ സലാഹി. ഇനി രണ്ടാമത്തെ പുരോഹിതൻ കെ.എം. മൗലവി വരുന്നു. തലപ്പാവ് ധരിച്ച കെ.എം. മൗലവി രണ്ടാം പുരോഹിതൻ. മൂന്നാം പുരോഹിതൻ കടവത്തൂരിലെ എടപ്പാറ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വരട്ടെ, തൊപ്പി ധരിച്ച പുരോഹിതൻ. നാലാമത്തെ പുരോഹിതൻ കെ.പി. മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി. നമുക്ക് നേർക്കുനേരെയുള്ള ഒരു പരിപാടിയാണ് ഈ സ്ക്രീനിൽ കാണിച്ച് പരിപാടി നടത്തുക എന്നത്. ഇവിടെ ഹുസൈൻ സലഫി തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ തുടക്കവും അദ്ദേഹത്തിന്റെ ഈ കാണിക്കുന്ന ഒടുക്കവും ഇവിടെ വെച്ച് തന്നെ സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ് കളവ് പറയാത്ത യന്ത്രാണ്, അതുകൊണ്ട് നമുക്കൊക്കെ കാണിക്കാനൊക്കെ കഴിയുന്നിട്ടാണ് ഈ പരിപാടി തുടങ്ങി. അദ്ദേഹത്തിന്റെ ധാരണ ഇതൊന്നും സുന്നികൾക്ക് നടക്കൂല. സുന്നികൾ എന്ന് പറഞ്ഞാൽ അവർ പഴഞ്ചനാണല്ലോ, അവർക്ക് ഇതൊന്നും കിട്ടൂല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. ആ ധാരണ പൂർണ്ണമായും തിരുത്തപ്പെടാൻ പോവുകയാണ്. പിന്നെ കഴിഞ്ഞോ തലപ്പാവ് ധരിക്കുന്നവരൊക്കെ പുരോഹിതന്മാരാണ് എന്നും അവരുടെ ഇസ്ലാഹി മാസിക എഴുതി. ഇവിടെ അദ്ദേഹം പറഞ്ഞു തലപ്പാവിന്റെ സുന്നത്തും ബഹുമാനമൊക്കെ പറയുന്നത് ബിദഅകളുടെ പരിപാടിയാണ്. ഫതുൽ മുഈനിന്റെ മുസന്നിഫും നമ്മളെ മുൻഗാമികളായ സർവ്വ ആലിമീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെയുള്ളവർക്ക് പുരോഹിതന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ തലപ്പാവ് ധരിക്കുകയും തൊപ്പി ധരിക്കുകയും ചെയ്ത കുറച്ച് മൗലവിമാരെ, അതുപോലെ മുജാഹിദ് നേതാക്കന്മാരെയാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ തുടങ്ങിയത്. അതിന് ബദരീകളെ പേരൊന്നുമല്ല. അപ്പോ എന്നാലും അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി സ്ക്രീനിൽ കാണിക്കുന്നു. ഒന്നാമതായി കാണിക്കുന്നത് സക്കരിയ സലാഹി വന്നോ? രണ്ടാമത്തത് കെ.എം. മൗലവി, മൂന്നാമത്തത് എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി, നാലാമത്തത് കെ.പി. മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി, എം.സി.സി. അബ്ദുറഹ്മാൻ മൗലവി, എം.കെ. ഹാജി, മൊയ്തു മൗലവി, മൂസ മൗലവി, കുട്ടശ്ശേരി മൗലവി, ഉമർ മൗലവി തൊപ്പിവിട്ടിട്ടതാ, പിന്നെ വെട്ടം അബ്ദുള്ള ഹാജി. ഈ വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാല് ചീത്തയേ പ്രസംഗത്തിൽ പറയൂ, അങ്ങനത്തെ ഒരു മൗലവിയാണ്. പേര് ഹാജിന. ചീത്ത പറയാൻ തന്നെ ഹാജിന്ന് പേരാക്കിയതാണോ എന്നും അറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് കെ.എൻ.എം. പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് വെട്ടം അബ്ദുള്ള ഹാജി, പ്രസാധനം കേരള ലുലുത്തുൽ മുജാഹിദ് മുജസ്സിന്റെ കോഴിക്കോട് 2. ഈ പുസ്തകത്തിൽ കാണാം പ്രസംഗത്തിലുടനീളം ഇയാൾ ചീത്ത പറഞ്ഞിട്ട് ഒരു വകുപ്പില്ല. ഇവിടെ വന്ന മൗലവിയെ പോലെ. ഇവിടെ വന്ന മൗലവി എന്നെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ഇപ്പോ നേരത്തെ ആ കേൾപ്പിച്ചതിന്റെ എനിക്ക് ഇനിയും നിങ്ങൾ കേൾക്കുന്നതുണ്ട്. പെരുങ്കള്ളനാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞത്. എനിക്കൊരു വിരോധമില്ല, അത് വേറെ വിഷയം. അങ്ങനെ ഈ വെട്ടം അബ്ദുള്ള മൗലവി
അദ്ദേഹം ചീത്ത പറഞ്ഞിട്ട് ഒരൊഴിവുമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മൗലവിയെ സംബന്ധിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു. സെൽവ് എന്റെ കയ്യിലുണ്ട്, പക്ഷേ ശരിയോ തെറ്റോ എന്ന് എനിക്ക് ഞാൻ പരിശോധിച്ചിട്ടില്ല. മൗലവിയെ നോക്കുന്ന മൗലവിന്റെ ഡോക്ടർ പറഞ്ഞു പോലും ഇയാളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിച്ചാൽ പറ്റൂല. അപ്പൊ വക്കീല് പറഞ്ഞു പോലും എന്തായാലും പ്രസംഗിക്കട്ടെ. ഇങ്ങനെ ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല ഡോക്ടറായാലും വക്കീലന്മാരായാലും ആരായാലും ഈ ചീത്ത പറയുന്ന ശൈലി അതൊരു ഇസ്ലാമിക പ്രബോധകന് അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. ഇതിൽ കാണാം, ഇതിന്റെ 76-ാം പേജിൽ പുസ്തകത്തിൽ മറ്റൊരു രസകരമായ സംഭവം. വെട്ടം അബ്ദുള്ള ഹാജി എന്ന മൗലവിയെ സംബന്ധിച്ച് കേരള നേതൃത്വ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിലെ വാചകങ്ങളാണ് വായിക്കുന്നത്. ഹാജി പ്രസംഗിക്കുമ്പോൾ ദേഷ്യം വന്നാൽ പരുഷമായി സംസാരിക്കാറുണ്ടായിരുന്നു. മരമണ്ടത്തലയാ എന്നിത്യാദി പ്രയോഗങ്ങൾ നടത്തും. ഒരിക്കൽ ഉമർകുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു, പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഹാജി അത് കേട്ട് പറഞ്ഞു, ശരി, ചീത്ത പറയില്ലെങ്കിൽ നീ എന്ത് തരും? ഉമർകുട്ടി ഹാജിക്ക് എന്താണ് വേണ്ടത്? പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല. പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയില്ല. അങ്ങനെ അന്നത്തെ പ്രസംഗം നടക്കുകയായിരുന്നു. സംസാരിച്ച് ഒരു വിഷയം എത്തിയപ്പോൾ ഹാജി കയ്യിൽ 2 തവണ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഇവരെ ചീത്ത പറയേണ്ടത്, പക്ഷേ ഇന്ന് ഞാനൊരാളോട് ചീത്ത പറയില്ലെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഇത് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിച്ച പുസ്തകം നോക്കി വായിച്ചതാണ്. അപ്പൊ അതാണ് വട്ടം അബ്ദുള്ള ഹാജി എന്ന മൗലവി. ആ തലയെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടത്. പിന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി തൊപ്പിവിട്ടിട്ട് പുരോഹിതൻ കാന്തപുരം ഉസ്താദുമായിട്ടൊക്കെ വാദപ്രയോഗത്തിന് വന്ന ആളാണ്. കുറ്റ്യാടിയിലും വന്ന് പ്രസംഗിച്ചിരുന്നു. ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം പിന്നെ കുറ്റ്യാടിയിൽ വന്ന് പ്രസംഗിച്ചിട്ടില്ല. അത് വാദപ്രയോഗത്തിന് ഇപ്പൊ നിൽക്കാറുമില്ലല്ലോ, അയാൾ വരാറുമില്ല. പിന്നെ ഇനി ഇപ്പൊ പുരോഹിതന്മാരായി ഉള്ള ആളുകളെയാണ് ഇപ്പൊ കാണിച്ചത്. ഇനി സെൽസബീലിലും പറയുന്നു നബിയുടെ സുന്നത്താണെന്ന്. അത് നേരത്തെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്.